കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും ന്യൂസിൽ കണ്ട പോലെ വേടന്റെ ഫ്ലാറ്റിൽ നിന്ന് 6 ഗ്രാം കഞ്ചാവായിട്ട് പിടിച്ചു പോലീസ്. അപ്പൊ അതില് എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടിന്യൂ കേൾക്കാൻ പോകുന്നത്. അപ്പൊ ഇതിനകത്ത് ലഹരി എന്ന ഒരു കാറ്റഗറിയിൽ 2-3 ഐറ്റംസ് ആണ് ഉള്ളത് മെയിനായിട്ട്. ഒന്നാമത്തെ മദ്യം, നമ്മുടെ സർക്കാർ തന്നെ അനുവദിച്ച് സർക്കാർ തന്നെ സെയിൽ ചെയ്യുന്ന മദ്യം. രണ്ടാമത്തെ നമ്മൾ കഞ്ചാവ് എന്ന് മലയാളത്തിൽ പറയും, മരിവാന, വീട് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും. ഇപ്പൊ പുതിയൊരു ടേമും വന്നിട്ടുണ്ട്, ഹൈബ്രിഡ് കഞ്ചാവ്. ഇതെന്തോ മിക്സ് ആണെന്ന് തോന്നുന്നത്, അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പഠിച്ചിട്ടില്ല. അപ്പോ ഈ സാധനങ്ങളൊക്കെ നമുക്ക് ലഹരിയാണ് തരുന്നത്, അതായത് ഒരു ഉന്മാദമാണ് തരുന്നത്. അപ്പൊ ഇതിനകത്ത് ഓരോന്നിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഈ മദ്യം എന്ന് പറയുന്ന സാധനം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യം ധൈര്യം. നമുക്ക് ഒരുപാട് ധൈര്യം ഫീൽ ചെയ്യും. നമ്മുടെ തലച്ചോറിന്റെ നമുക്ക് പേടി ഫീൽ ചെയ്യുന്ന ഒരു പോർഷൻ ഉണ്ട്. ആ ഒരു പോർഷനെ താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് സംഭവിക്കും? ധൈര്യം, അൺകൺട്രോൾഡ് ആയിട്ടുള്ള ധൈര്യം ഫീൽ ചെയ്യും. അതാണ് മദ്യം കഴിച്ചാലുള്ള മെയിൻ ആയിട്ടുള്ള ഒരു നമ്മളുടെ മസിൽസ് ഒക്കെ റിലാക്സ് ആവും. സ്പിരിറ്റ് അല്ലെങ്കിൽ ആൽക്കഹോള് ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ മസിൽസ് എല്ലാം റിലീസ് ആവും, അല്ലെങ്കിൽ ലൂസ് ആവും. നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റാമിന ഉള്ള ഒരു ആളാണ് എന്നുണ്ടെങ്കിൽ മദ്യപിച്ച് കഴിഞ്ഞാൽ ആ സ്റ്റാമിന കുറയുകയാണ് ചെയ്യുക. പക്ഷെ നമുക്ക് ആ ഉപയോഗിക്കുന്ന ആൾക്ക് ഫീൽ ചെയ്യുന്നത് സ്റ്റാമിന കൂടുന്നത് പോലെയാണ്. ശരിക്കും പ്രാക്ടിക്കലായിട്ടുള്ള ഇതിൽ പറയുമ്പോൾ സ്റ്റാമിന കുറയുകയാണ് ചെയ്യുന്നത് മദ്യപിച്ച് കഴിയുമ്പോൾ. രണ്ടാമത്താണ് കഞ്ചാവ്. അപ്പോൾ കഞ്ചാവിനെ പറ്റി പറയുകയാണെങ്കിൽ, കഞ്ചാവ് എന്ന് പറയുന്ന മദ്യത്തിന്റെ പോലെയല്ല. കഞ്ചാവ് നമ്മൾ വലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു മിതമായ രീതിയിൽ വലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മദ്യത്തിന്റെ പോലെ ധൈര്യമോ കാര്യങ്ങളോ ഒന്നുമല്ല. നമ്മൾ റിയൽ ആയിട്ട് നമ്മുടെ സ്റ്റാമിന കൂടും. ഞാനിതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല, റിയൽ ആയിട്ട് നമ്മുടെ സ്റ്റാമിന കൂടും. പക്ഷെ നമുക്ക് ഫീൽ ചെയ്യുന്നത് നമുക്ക് സ്റ്റാമിന ഇല്ല, നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. പക്ഷെ അതിന്റെ പ്രാക്ടിക്കലായിട്ട് സംഭവിക്കുന്നത് നമ്മുടെ സ്റ്റാമിന കൂടും, നമുക്ക് ടയേർഡ്നെസ് ഫീൽ ചെയ്യില്ല. നമുക്ക് എന്താണോ ആ വലിക്കുന്ന സമയത്ത് നമ്മുടെ ഫീലിങ്സ് എന്തായിരുന്നോ ആ ഒരു ഫീലിങ്സിനകത്ത് നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ, അതായത് ഒരു ലൂപ്പിനകത്ത് പെട്ട ഒരു ഫീലാണ് ഈ കഞ്ചാവ് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല്. നമ്മൾ ഈ സലീം കുമാറൊക്കെ ഈ തിളക്കം സിനിമയിൽ പറയുന്ന പോലെ ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, ആ ഒരു ഫീലിംഗിലാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും ഫീല്. ആ ഫീല് ഈ കഞ്ചാവിന്റെ കെട്ടിറങ്ങുന്നത് വരെ, അല്ലെങ്കിൽ ആ കഞ്ചാവിന്റെ ആ ഒരു എഫക്റ്റ് നമ്മളെ ബ്ലഡിൽ നിന്ന് ഇറങ്ങുന്നത് വരെ നമ്മൾ ആ ഒരു സെയിം അവസ്ഥയിലായിരിക്കും. മൂന്നാമത്തെയാണ് കെമിക്കൽ ഡ്രഗ്സ്, അതായത് MDMA, മെത്താഫിറ്റമിൻ, ക്രിസ്റ്റൽസ്, അല്ലെങ്കിൽ സ്റ്റാമ്പുകൾ, ഇങ്ങനെയുള്ള ഗണത്തിൽപ്പെടുന്ന കെമിക്കൽ ഡ്രഗ്സ്. ഇതിലേറ്റവും റിസ്കി ആയിട്ടുള്ള സംഭവം കെമിക്കൽ ഡ്രഗ്സ് ആണ്. പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കെമിക്കൽ ഡ്രഗ്സ് നമുക്ക് ഡോപ്പമിൻ റിലീസാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡോപ്പമിൻ റഷാണ് ചെയ്യുന്നത്. മറ്റ് നമ്മൾ മദ്യവും കഞ്ചാവും വെച്ച് നോക്കുമ്പോൾ ഇത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്. അതായത് ഇൻസ്റ്റന്റ് ആയിട്ട് ഇത് പ്ലഷർ, അതായത് ഡോപ്പമിൻ റഷ് നമ്മളെ ബ്ലഡിലും ശരീരത്തിലും, അതായത് ബ്രെയിനിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ ശരീരം മൊത്തത്തിലൊരു ഉന്മാദം, സന്തോഷം, അല്ലെങ്കിൽ പ്ലഷർ, സന്തോഷം എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്ലഷർ ഫീലിംഗ് ആണ് കിട്ടുന്നത്. അപ്പൊ ഇതിലെ ഏറ്റവും കൂടുതൽ റിസ്കി, എല്ലാം റിസ്കി തന്നെയാണ്, ഏറ്റവും കൂടുതൽ റിസ്കി വരുന്നത് കെമിക്കൽ ഡ്രഗ് ആണ്. അതായത് നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗ്സ് ആണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ഡ്രഗ്സ്. അതിനുശേഷമാണ് കഞ്ചാവ് വരുന്നത്. കാരണം കഞ്ചാവും ഒരു റിസ്ക് തന്നെയാണ്. കാരണം ഇത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനോ അല്ലെങ്കിൽ ഡോപ്പമിൻ റഷോ തരുന്നില്ലെങ്കിൽ പോലും നമ്മൾ ഇതിനകത്ത് ഒരു ലൂപ്പിനകത്ത് വിടും. ഇപ്പൊ നമുക്കിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ കഞ്ചാവ് വലിക്കുന്ന സമയത്ത്
നമ്മൾ ഒരാളോട് ദേഷ്യം തോന്നുന്നു, അല്ലെങ്കിൽ കഞ്ചാവ് വലിച്ച് അതിന്റെ കിക്ക് കയറുന്നതിന് തൊട്ട് മുൻപ് നമ്മൾ ഒരാളോട് വഴക്ക് കൂടുന്നു. ആ ഒരു വഴക്ക് കൂടിക്കഴിഞ്ഞാല്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു റിയൽ ആയിട്ടുള്ളൊരു ദേഷ്യം നമുക്ക് വന്നു കഴിഞ്ഞാല്, ആ ദേഷ്യം നമ്മളിൽ നിന്ന് ഇറങ്ങാനായിട്ട് യാതൊരു തരത്തിലും സാധിക്കില്ല. കാരണം നമ്മൾ തന്നെ വിചാരിച്ചാൽ പോലും ആ ഒരു ദേഷ്യം, ആ വ്യക്തിയോടുള്ള ഒരു ദേഷ്യം മാറില്ല. അപ്പം ആ ദേഷ്യം മാറണമെങ്കിൽ ആ കഞ്ചാവിന്റെ കെട്ടിറങ്ങണം. അതാണ് കഞ്ചാവിന്റെ പ്രശ്നം. അപ്പൊ കഞ്ചാവും ഒരു റിസ്കി സംഭവമാണ്. അതുകൊണ്ടാണ് കഞ്ചാവിനെ ഈ പറഞ്ഞ ഇല്ലീഗൽ സബ്സ്റ്റൻസ് ആയിട്ട് കൂട്ടിയേക്കുന്നത്. അല്ലെങ്കിൽ അത് അങ്ങനെ കൂട്ടേണ്ട ആവശ്യമില്ല. കാരണം അത് നാച്ചുറലി ഗ്രോൺ ആണ്, അല്ലെങ്കിൽ പ്രകൃതിദത്തമായി കാണുന്ന ഒരു ചെടിയുടെ ഇലയാണ്, അല്ലെങ്കിൽ ചെടിയുടെ ഐറ്റംസ് ആണ് ഈ കഞ്ചാവ് എന്ന് പറയുന്ന സാധനം. അപ്പൊ ഈ സാധനം നമ്മൾ ലൂപ്പിനകത്ത് വിട്ട് കഴിഞ്ഞാല് ചിലപ്പോ അയാളെ മർദ്ദിക്കാനോ അയാളെ ഇല്ലാതാക്കാൻ വരെ സാധ്യതയുണ്ട് ആ ഒരു ദേഷ്യം വന്നാല്. അതേപോലെ തന്നെ നമ്മള് ഹാപ്പി ആയിട്ടിരിക്കുകയാണെങ്കിൽ ആ ഹാപ്പി നമ്മൾ ഇങ്ങനെ ലൂപ്പായിക്കൊണ്ടിരിക്കും. നമ്മളൊക്കെ ആ ഒരു ഹാപ്പിനെസ് ലൂപ്പായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. താഴേക്കും ഒരു ലിമിറ്റ് വിട്ട് താഴേക്കും പോവില്ല, ഒരു ലിമിറ്റ് വിട്ട് മുകളിലോട്ടും പോവില്ല. അതിനകത്ത് ഇങ്ങനെ ലൂപ്പിങ് നടന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ വേടന്റെ കേസിൽ ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, വേടൻ എന്ന് പറയുന്നത് ഒരുപാട് പേര് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു റാപ്പറാണ്, അല്ലെങ്കിൽ ഒരു ഓഡിയൻസിനെ കയ്യിലെടുക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു കവിയാണ് പുള്ളി. ബേസിക്കലി പുള്ളിയുടെ കവിതകളാണ് പുള്ളി പാടുന്നത്, ഞാൻ മനസ്സിലാക്കിയത് വെച്ച്. അപ്പോ ഞാനും അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു ഫാനാണ്. പക്ഷെ ചെറിയ പിള്ളേര് ഒരുപാട് പേര് ഇത് കാണുന്നുണ്ട്. ടീനേജേഴ്സ് ഒരുപാട് പേര് ഇദ്ദേഹത്തിന്റെ ഫാൻസ് ആണ്, ഹാർഡ് കോർ ഫാൻസ് ആണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇദ്ദേഹം എല്ലാം ഉപേക്ഷിക്കണം. ഈ പറഞ്ഞ കഞ്ചാവിന്റെ ഉപയോഗം ഉപേക്ഷിക്കണം. മദ്യപിക്കുന്നതും തെറ്റാണ്. ഇദ്ദേഹത്തിന് ഓപ്പൺ ആയിട്ടാണ് പറയുന്നത്, മദ്യപിക്കാറുണ്ട്, കഞ്ചാവ് വലിക്കാറുണ്ട്, ഇതെല്ലാം ഓപ്പൺ ആയിട്ടാണ് പറയുന്നത്. പക്ഷെ അതൊരു പരിധി വരെ ഇല്ലീഗൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. അതായത് ക്രിമിനൽസിനെ വളർത്തിയെടുക്കാനായിട്ട് ഈ സംഭവങ്ങൾക്കെല്ലാം സാധിക്കും. മദ്യപാനവും പ്രശ്നമാണ്. മദ്യപാനം ഈ പറഞ്ഞ പോലെ ഒരു ഡോപ്പമിൻ റഷ് തരുന്നില്ല എങ്കിൽ കൂടെ അതൊരു റിസ്കി ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. കാരണം നമുക്ക് ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ അത് ഓരോരുത്തരിലും ഡിഫറെന്റ് ആയിട്ടാണ് ആ ഒരു ഫീലിങ്സ് പുറത്തോട്ട് വരാം മദ്യപിച്ചു കഴിഞ്ഞാൽ. അപ്പൊ മദ്യവും പ്രശ്നമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞല്ലോ 3 ഡ്രഗ്സിനെ പറ്റി, അല്ലെങ്കിൽ മദ്യം, മയക്കുമരുന്ന്, കഞ്ചാവ്, ഇത് 3നെ പറ്റി നമ്മളിപ്പോ സംസാരിച്ചല്ലോ. ഇതിൽ തന്നെ, അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടിയ ഒരു ലഹരിയാണ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. നമ്മുടെ ചെറുപ്പകാലങ്ങളിലൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, പിള്ളേര് ഇപ്പൊ ഒരു വയസ്സ് മുതൽ 5 വയസ്സ് വരെ, അല്ലെങ്കിൽ 6 വയസ്സ് വരെ പിള്ളേരെ വളർത്തുമ്പോ മാതാപിതാക്കള് അവർക്ക് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ കൊടുക്കും. അതായത് അവര് ചോദിക്കുമ്പോ അപ്പൊ അത് സാധിച്ചു കൊടുക്കും. അപ്പൊ എന്ത് സംഭവിക്കും? ഇങ്ങനെ സാധിച്ചു കൊടുത്ത് അതൊരു ശീലമായി മാറും. അപ്പോ പെട്ടെന്നുള്ള ഹാപ്പിനെസ്, അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഡോപ്പമിൻ റഷാണ് പിള്ളേർക്ക് ആവശ്യം. പിള്ളേർ അങ്ങനെ അതൊരു ഫോളോ ചെയ്ത് വരും. അതിനുശേഷം അവർ വലുതാകുമ്പോ എന്ത് സംഭവിക്കും? ഈ പെട്ടെന്നുള്ള സന്തോഷം അവർക്ക് കിട്ടാനായിട്ട് വഴികൾ അവർ തേടും. അതിന്റെ ഭാഗമായിട്ട് അവരും മാസ്റ്റർബേഷനിലേക്ക് പോകും. മിക്കവാറും എല്ലാ ടീനേജേഴ്സും പോകുന്ന ഒരു പരിപാടിയാണ് മാസ്റ്റർബേഷൻ. സെൽഫ് റിലാക്സേഷൻ എന്നുള്ള രീതിയിലാണ് തുടങ്ങുക. അതിനുശേഷം അതൊരു അഡിക്ഷനായി മാറും. അതുപോലെ തന്നെയുള്ള ഒരു സംഭവമാണ് കെമിക്കൽ ഡ്രഗ്സിന്റെ ഉപയോഗം. കെമിക്കൽ ഡ്രഗ്സ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുന്ന ഒരു സംഭവമാണ്. ഈ പറയുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ ആങ്കർ ഇഷ്യൂസ് ഉണ്ടാവും. കാരണം ആങ്കർ ഇഷ്യൂസ് ഇല്ലാതിരിക്കാനായിട്ട് യാതൊരുവിധ കാര്യവുമില്ല. കാരണം ഈ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ഹാപ്പിനെസ് കിട്ടി വളർന്ന കുട്ടികൾക്ക് അവര് മരണം വരെയും അവർക്ക് നോർമലി, അതായത് അത് ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരത് കണ്ടുപിടിച്ച് സെൽഫായിട്ട് അതിനെ റെക്ടിഫൈ ചെയ്യാനായിട്ട് ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അവരുടെ മരണം വരെയും അവർക്ക് ആങ്കർ ഇഷ്യൂസ് ഉണ്ടാവും. അവരോരോ ഇഷ്യൂസിൽ ചെന്ന് പെടും. കാരണം അവർക്ക് ക്ഷമയുണ്ടാവില്ല. അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം. അതിന്റെ ഭാഗമായിട്ടാണ് അതിൽ പെടുന്ന സംഭവമാണ് ഈ പറഞ്ഞ നമ്മള് ന്യൂസുകളിലൊക്കെ കാണുന്നത്. അത് വാങ്ങിക്കൊടുത്തില്ല, ഇത് വാങ്ങിക്കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് ബിരിയാണി വാങ്ങിക്കൊടുത്തില്ല അപ്പൊ വെട്ടിക്കൊന്നു. അല്ലെങ്കിൽ ഇതൊക്കെ ഒരു മെഡിക്കൽ ഇഷ്യൂ ആണ്. അതായത്
നമ്മൾ പറയുമ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഹാപ്പിനെസ് കിട്ടാതെ വരുമ്പോൾ അതൊരു അതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ സംഭവം. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഈ പറഞ്ഞ മദ്യമായാലും കഞ്ചാവായാലും കെമിക്കൽ ഡ്രഗ്സ് ആയാലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പൊ ഇത് രണ്ടും കൂടി കോമ്പിനേഷനിൽ വരുമ്പോഴാണ് കൂടുതൽ റിസ്കിയർ ആവുക. അതായത് ഓൾറെഡി ചെറുപ്പത്തിലെ പാരന്റിങ് പ്രോപ്പർ അല്ലാത്ത ഒരു വ്യക്തി വലുതായി വരുമ്പോൾ അവൻ കെമിക്കൽ ഡ്രഗ്സ് ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഡേഞ്ചർ ആയിരിക്കും. ഇപ്പൊ നമ്മുടെ ഷൈൻ ടോം ചാക്കോന്റെ കേസിൽ എനിക്ക് തോന്നുന്ന അതാണ് കേസ്. പുള്ളി ഷൈൻ ടോം ചാക്കോ അല്ല, കേരളത്തിലുള്ള ഒട്ടുമിക്ക ആളുകളും പാരന്റിങ് ഇല്ലാതെ, പ്രോപ്പർ പാരന്റിങ് ഇല്ലാതെയാണ് വളർന്നു വന്നേക്കുന്നത്. അപ്പൊ ഷൈൻ ടോം ചാക്കോ ആയാലും നമ്മുടെ ശ്രീനാഥ് ബാസി ആയാലും ഇതെല്ലാം പ്രോപ്പർ പാരന്റിങ് ഇല്ലാതെ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടി നടന്ന് ആ ഒരു ഗണത്തിൽപ്പെട്ട് അതിന്റെ ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ഡ്രഗ്സിന്റെ ഉപയോഗം കൂടി ആയി കഴിഞ്ഞപ്പോ അവർക്ക് കൺട്രോൾ ഇല്ലാത്തൊരവസ്ഥയായി. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോഴാണ്, അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴാണ് ഇത് സമൂഹത്തിനും അവർക്കും ദോഷം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ വേടൻ തിരിച്ചു വരും, വേടൻ കഞ്ചാവിന്റെ ഉപയോഗമൊക്കെ നിർത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. ലീഗലായിട്ട് ഇനിയുള്ള റാപ്പിംഗ് ആൻഡ് സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ.